പണിക്കാരന്റെ പുറത്തേക്കൊന്നും ഇറങ്ങിയല്ലേ. ഞാനേ ഒരു ചായക്ക് കടി വെച്ചിട്ട് വരാട്ടോ. ഇവിടെ കുഴപ്പമൊന്നും കാണാൻ ഞാൻ ബ്രേക്കറായിട്ട് താമസം അറിയില്ല. ഇവിടെ ബ്രേക്കർ അവിടെ ഇതിനൊക്കെ കണ്ടാർത്തിക്കുന്നത്. ആ മനുഷ്യൻ പോയപ്പോ തന്നെ പറഞ്ഞില്ലേ പണിക്കാരെന്ത് പുറത്ത് ഇറങ്ങില്ല എന്നുള്ളത്. അത് അല്ലെങ്കിൽ നിന്നെ സംശയമാണ്. ഇപ്പൊ ആ മനുഷ്യൻ കണ്ടുപോലെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മരിച്ചു പുറത്തേക്ക് പോവാം. നമ്പർക്ക് തങ്ങളേ ഇതിപ്പോ അങ്ങോട്ട് പോവല്ലേ. ഇനിയിപ്പോ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അയാളെ മുന്നിൽ കയറി പോയി ചാടുക. അല്ലെങ്കിൽ എന്റെ ജീവിതം എങ്ങനെയാണ് സംശയിച്ചു പോകണം. ഇത് ആൾക്കാരെ ആ റൂമ് വന്നിട്ടാണ് കട്ടിലിന്റെ കൊടുക്കുന്ന വിളിച്ചെന്ന ഇക്ക ഇന്നത് പെട്ടെന്ന് ഇങ്ങോട്ട് പോകണം. ഒരു ഭാഗത്തിരിക്കടാ. ഒരു ഭാഗത്തിരുന്നാല് ഞാൻ എന്റെ പേഴ്സ് എടുക്കാൻ പറഞ്ഞിരുന്നു. എന്താണ് ഒരു വെപ്രാളം? ഒന്നുമില്ല തന്നെ പോയി സാധനം കൊണ്ടുവരും. എന്താ ഇവൾക്കൊരു വെപ്രാളമുണ്ട്? ഉമ്മച്ചിന്റെ കുട്ടികൾ എന്തിനാ ഇങ്ങനെ കാലാട്ടുന്നത്? ഇങ്ങനെ കാലാറ്റാലേ നിങ്ങൾ അങ്ങനെ കേടാണ് കുട്ടികളെ. കാലാട്ടണ്ടടാ. കാലാട്ടി അമ്മോന് കേടാണ്. അങ്ങനെ പഴഞ്ചലുണ്ട്. ഉമ്മച്ചിന്റെ കുട്ടികളെ പുറത്ത് പോയി കളിക്കലോ ഫോണൊക്കെ വെച്ചിട്ട് ഇത് അറിഞ്ഞിപ്പോലെ പണ്ടാറക്കാര എന്റെ കുടുംബം തകർക്കാൻ വേണ്ടിട്ട് ഇത് അറിഞ്ഞിപ്പോയി കിടന്നേ. ഒരു ഭാഗത്തിന് കഴിച്ചിലായതാ. അല്ല താത്ത ആ രണ്ട് കുട്ടികളെ കട്ടിൽ മരുന്നിരുന്ന് കണ്ട് കാലാട്ടപ്പോ നല്ല പറഞ്ഞു. കാലാട്ടന്റെ കുട്ടികൾ അമ്മോന് കേടാണ്. എന്താ ഈ അമ്മോനെ കൊണ്ട് കേട്? കുട്ടികള് കാലാട്ടുമ്പോഴേ അതെന്തായാലും എന്റെ മേത്തട്ടും. എന്റെ മേത്തട്ടിയ കുട്ടികൾക്ക് അറിയാതെ അതിന്റെ ഉള്ളിൽ ആരോ ഉണ്ട് എന്നുള്ളത്. പിന്നെ എന്റെ മാപ്പിള അറിയും. മാപ്പിള എന്നെ ഉറപ്പാണ് കാര്യം തീർക്കും. കാര്യം തീർത്താൽ എന്റെ മാപ്പൊന്നും ഇല്ലാത്തതാണ്. പിന്നെ എന്നെ നോക്കാനുള്ളതേ എന്റെ ആങ്ങളാണ്. അത് ആ കുട്ടികളെ അമ്മോന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുട്ടികളോട് കാലാട്ടണ്ടാന്ന്. അത് അമ്മോന് കേടാന്ന്.